ഡാ ഒന്ന് പൊയ്ക്കോടെടാ. തമിഴ് ചെൽവി പറഞ്ഞത് കേട്ടില്ലേ? ഒന്ന് പോടാ. അതാരാ തമിഴ് സെൽവി? ഓ, നിങ്ങളുടെ പേര് തമിഴ് ചെൽവി എന്നല്ലേ? എന്റെ പേര് മധു. മധു, നൈസ് ടു മീറ്റ് യു. സ്വീറ്റ് നെയിം. അത് സ്വീറ്റ് നെയിം അല്ല, മദ്യത്തിന്റെ പേരാ. ഇഞ്ചക്ഷൻ നിങ്ങൾക്ക് ഇടട്ടെ? അയ്യോ, നിങ്ങൾ അവനെ ഇട്ടാ മതി. പാന്റ് അഴിച്ചോളൂ, വെറുതെ നാണിക്കണ്ട. എനിക്ക് നാണൊന്നുമില്ല. അവനുണ്ടായിരുന്നല്ല പ്രശ്നം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശരി. വിഷമിക്കണ്ട, വേഗം തീർത്തേക്കാട്ടോ. നല്ല ആഴത്തിൽ കടിച്ചിട്ടുണ്ട്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവളെ കൊന്നേനെ. നിങ്ങള് ചിരിച്ചുകൊണ്ട് കാഷ്വൽ ആയിട്ട് എടുത്തു. ഇപ്പോഴും നീറുന്നുണ്ടോ? ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഹലോ എടാ, എന്തുവാടാ 42 മിസ് കോള്? എന്താ ഇത്രയും നേരമായിട്ട് ഫോൺ എടുക്കാതെ? നിന്നെ ഞാൻ എത്ര പ്രാവശ്യമായിട്ട് വിളിക്കുന്നു. എടാ, ഫിറ്റായി കിടന്ന് ഉറങ്ങിയടാ. എന്തുവാടാ? നല്ലൊരു പെണ്ണ് കൂടെ ഉള്ളപ്പോ എനിക്ക് എന്തിനാടാ കോൾ ചെയ്യുന്നേ? കാലെടുത്ത് അവളുടെ മേത്തിടാൻ നോക്കടാ. നീ എന്റെ കൈ കിട്ടി ഞാൻ നിന്നെ കൊല്ലൂടാ. എന്തിനാടാ ടെൻഷൻ ആവുന്നേ? ഞാൻ പറഞ്ഞിട്ടല്ലേ പോയ ഫ്രണ്ടിന്റെ വീട്ടിൽ കുടിക്കാൻ പോവാണെന്ന്. അവളെന്താ ടിപ്സ് ഓവറായിട്ട് ചോദിച്ചോ? അറിയാം അവൾ അങ്ങനെ ചെയ്യുമെന്ന്. അവളടുത്ത് ഫോൺ കൊടുത്ത കൊടുക്ക് ഫോണ്. ചോദിക്കാൻ വന്ന ചോദ്യത്തിലുണ്ടല്ലോ അവളിപ്പോ ചമ്മന്തി ആവുന്ന കണ്ടോ? ഡാ, അവള് ശ്വാസം എടുക്കുന്നത് നിർത്തിയിട്ട് 3 മണിക്കൂർ കഴിഞ്ഞടാ. ഞാൻ വിചാരിച്ചടാ നീ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുമെന്ന്. ശ്വാസം വിടുന്ന രീതിയിൽ എന്തുവാ ചെയ്തേ? ഞാനൊന്നും ചെയ്തില്ലടാ. മുത്തശ്ശന് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്നുള്ളേ. ഇവള് പോയടാ. അവള് പോയതിന് നീ എന്തിനാണ് ഇത്രയും ഫീൽ ചെയ്യുന്നേ? ഞാനേ ശില്പിയുടെ നമ്പർ അയച്ചുവിടാം. അവളടുത്ത് എന്റെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നീ ഫ്രീ ആയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോ. എൻജോയ്. അവള് ചത്തുപോയടാ. ചത്തുപോയെന്നോ? അതെടാ. എന്തുവാടാ പറയുന്നേ? ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് എന്റെ വീട്ടിനകത്ത് കയറി അവളെ കൊന്നു കളഞ്ഞടാ. കൊന്നോ? ഡാ, നല്ലോണം ചെക്ക് ചെയ്തോടാ. എല്ലാം ചെക്ക് ചെയ്തടാ. പൾസ്, BP, ഹാർട്ട് ബീറ്റ് എല്ലാം ഞാൻ ചെക്ക് ചെയ്തടാ. അവളുടെ ദേഹം അങ്ങനെ തണുത്ത് കിടക്കുകയാണ്. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ. കോയമ്പത്തൂർ പോയി അവളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കണം. നിനക്ക് വട്ടാണോ? നീ എന്തിനാ കോയമ്പത്തൂർ പോന്നേ? ഡാ, ഞാൻ വേറെ എന്താണ് ചെയ്യണ്ടേ? നിനക്ക് ഫോൺ ചെയ്തപ്പോ നീ ഫോൺ എടുത്തില്ല. അവളെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞാലല്ലേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂ. രാവിലെ മധു അവളുടെ അങ്കിളിനെയും കൂട്ടി എന്റെ വീട്ടിൽ വരാന്ന് പറഞ്ഞു. എനിക്ക് വേറെ വഴി തോന്നുന്നില്ലടാ. ബോഡി എന്തിനാ വീട്ടിൽ വെച്ചിരിക്കുന്നത്? അതെടുത്ത് കാറിലേക്ക് ഇട്ടുകൂടാ. ഞാനത് എങ്ങനെയാടാ താഴെ കൊണ്ടുവരിക? താഴത്തെ മുത്തശ്ശന് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞ് എല്ലാരും ആ ഫ്ലാറ്റിന്റെ പുറത്ത് തന്നെ നിപ്പുണ്ടാ. ആദ്യം കൂടി ലിഫ്റ്റും വർക്ക് ചെയ്യുന്നില്ല. നീ കൊന്നില്ലല്ലോ, പിന്നെന്തിനാടാ പേടിക്കുന്നത്? നമുക്ക് പോലീസിലേക്ക് പോവാം. പോലീസോ? പോലീസിന്റെ അടുത്ത് പോയി എന്ത് പറയാനാ? അവര് ഞാൻ പറയുന്നതൊക്കെ വിശ്വസിക്കണ്ടേ? ആദ്യം അവന്മാരെന്നെ അറസ്റ്റ് ചെയ്യും, പിന്നെ 5 10 കൊല്ലം ഇതിനു വേണ്ടി ഞാൻ ജയിലിൽ കിടക്കണം. അത് കഴിഞ്ഞ് അവര് പറയും ഞാൻ നിരപരാധിയാണെന്ന്. പക്ഷെ അതിനു മുമ്പ് എന്റെ ജോലി പോവും. പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ എന്റെ അച്ഛന്റെയും അമ്മയുടെയും മാനം പോവും. ഇതെല്ലാം പോരാതെ മധു എന്നെ എന്നേക്ക് വിട്ടിട്ട് പോകൂടാ. കള്ള് തലയ്ക്ക് പിടിച്ചപ്പോ ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് നീ പറയുന്നത് കേട്ട് ഞാൻ ആ പെണ്ണിനെ പിടിച്ചതാ. ഇനി നീ എന്നോട് ഒരു ചോദ്യം ചോദിക്കരുത്. ഞാൻ പറയുന്നത് മാത്രം ചെയ്യ. വീട്ടിലോട്ട് പോയി അവളുടെ ബോഡിക്ക് ഒന്നും സംഭവിക്കാതെ നോക്കണം. ചത്ത ബോഡിക്ക് എന്തിനാണ് സെക്യൂരിറ്റി? ഇപ്പൊ നീ പോയില്ലെങ്കിൽ ബോഡിന്ന് സ്മെല്ല് വരാൻ തുടങ്ങും. അപ്പൊ ഞാൻ പെടും. ഞാൻ പെട്ട നിന്നെ കൂടെ അതിൽ കൊളുത്തി വിടും. എന്നെന്തിനാടാ കൊളുത്തി വിടുന്നേ? നീ അല്ലേ നിന്റെ ഫോണിൽ നിന്ന് വൈ അയച്ചേ? എന്തുവാടാ പേടിപ്പിക്കുന്ന? അപ്പൊ ഞാൻ പറയുന്ന പോലെ കേക്ക്. ആരും അറിയാതെ എന്റെ ഫ്ലാറ്റിലേക്ക് കയറും, എന്നിട്ട് ഫോൺ ചെയ്യാം.